ഹായ്, വെൽക്കം ടു മല്ലൂസ് കാർസ്. നമ്മൾ സെയിലിനായിട്ട് എത്തിച്ചിട്ടുള്ളത് ലോ ബഡ്ജറ്റ് വരുന്ന കുറച്ച് ഇന്നോവകളാണ്. 2010 മോഡൽ ഇന്നോവ ഒറിജിനൽ കേരള വി മോഡൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2013 മോഡൽ റീരജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള വി മോഡൽ വരുന്നുണ്ട്. 2007 മോഡൽ ഇന്നോവ ഒറിജിനൽ കേരള വരുന്നുണ്ട്. അതുപോലെ തന്നെ 2009 മോഡൽ G4 വരുന്നുണ്ട്. 2013 മോഡൽ G4 വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും വിലയും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ മേലെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഡയറക്റ്റ് പാർട്ടിയുടെ വാഹനങ്ങളാണ്. അവരുടെ നമ്പർ മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസുകൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് 2010 മോഡൽ ഇന്നോവയാണ് വരുന്നത്. ഈ വാഹനം വരുന്നത് 2010 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ തന്നെ ഈ വാഹനം ഫുള്ളി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ് ഈ വാഹനം വരുന്നത്. വി ഫുൾ ഓപ്ഷനാണ് വേരിയന്റ് വരുന്നത്. അപ്പോൾ തന്നെ ട്രാൻസ്മിഷൻ വരുന്നത് ഡീസൽ മാനുവലാണ് ട്രാൻസ്മിഷൻ വരുന്നത്. അതുപോലെ ഈ വാഹനം ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കളർ മാറ്റിയിട്ടുണ്ട് ഈ വാഹനം വരുന്നത്. ഈ വാഹനത്തിന് യാതൊരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഈ വാഹനത്തില്ല. അപ്പോൾ തന്നെ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ഫുള്ളി സർവീസിലാണ് ഈ വാഹനം. മേജർ പ്രോബ്ലം ഒന്നും ഈ വാഹനത്തിനില്ല. അപ്പോൾ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടർ ടൈപ്പ് LED ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ബ്രേക്ക് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഈ വാഹനത്തിന്. ഇതിനെ ഫ്ലിപ്പ് കീ ചെയ്തിട്ടുണ്ട്. നല്ല ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല സീറ്റ് കവറുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 6,25,000 രൂപയാണ്. ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ്. അപ്പോൾ മേലെ നമ്പർ ഉണ്ടാവും, വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. 2010 മോഡൽ ഫുള്ളി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള ഇന്നോവയാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ തന്നെ വി ഫുൾ ഓപ്ഷനാണ് വേരിയന്റ് വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 6,25,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരിയാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. അടുത്ത വാഹനം വരുന്നത് 2013 മോഡൽ ഇന്നോവയാണ് വരുന്നത്. ഈ വാഹനം വരുന്നത് 2013 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ G4 ആണ് വേരിയന്റ് വരുന്നത്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം സഞ്ചരിച്ചത് 1,51,000 കിലോമീറ്റർ ആണ്. അപ്പോൾ തന്നെ RC ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത്. ഫുള്ളി കമ്പനി സർവീസിലാണ് ഈ വാഹനം. യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഒന്നും ഈ വാഹനത്തില്ല. അതിന് ഈ വാഹനത്തിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 8,85,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2013 മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവയാണ്. G4 ആണ് വേരിയന്റ് വരുന്നത്. അപ്പോൾ തന്നെ ഈ വാഹനം സഞ്ചരിച്ച് 1,51,000 കിലോമീറ്റർ ആണ്. അത് ഫുള്ളി കമ്പനി സർവീസിലാണ്. സെക്കൻഡ് ഓൺഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത്. അതുപോലെ മാജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഈ വാഹനത്തില്ല. ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ്. വില ഉദ്ദേശിക്കുന്നത് 8,85,000. 2007 മോഡൽ ഇന്നോവയാണ്. ഈ വാഹനം വരുന്നത് 2007 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ് ഈ വാഹനം വരുന്നത്. 2028 വരെ റിന്യൂവഡ് പേപ്പറും ഈ വാഹനത്തിലുണ്ട്. 3ാമത്തെ ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. യാതൊരു മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഈ വാഹനത്തില്ല. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഈ വാഹനം വരുന്നത്. ഈ വാഹനം 2,60,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ഫുൾ കവർ ഇൻഷുറൻസും വിമാനത്തിലുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. വിമാനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. അപ്പോൾ വേണ്ട മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 2,79,000 രൂപയാണ്. 2007 മോഡൽ ഇന്നോവയാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്നത്. 2028 വരെ റിന്യൂഡ് പേപ്പർ വിമാനത്തിലുണ്ട്. വില ഉദ്ദേശിക്കുന്നത് 2,79,000 രൂപ മാത്രമാണ്. വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. അടുത്ത ഇന്നോവ വരുന്നത് 2009 മോഡൽ ഇന്നോവയാണ്. ഈ വാഹനം വരുന്നത് 2009 രജിസ്ട്രേഷനാണ് വരുന്നത്. G4 ആണ് വേരിയന്റ് വരുന്നത്. അപ്പോൾ തന്നെ ഡീസൽ മാനുവലാണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഈ വാഹനം പുതിയ 5 വർഷത്തെ റിന്യൂഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. പുതിയ ബാറ്ററി ചെയ്തിട്ടുണ്ട്. 4 പുതിയ ടയറുകളും വരുന്നുണ്ട്. ഈ വാഹനത്തിന് ഓൺഷിപ്പ് വരുന്നത് 4ാമത്തെ ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. അപ്പോൾ തന്നെ ഈ വാഹനം സഞ്ചരിച്ച് 1,90,000 കിലോമീറ്റർ ആണ്. യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഒന്നും ഈ വാഹനത്തില്ല. മെക്കാനിക്കൽ കണ്ടീഷൻ എല്ലാം ഗുഡാണ്. അപ്പോൾ തന്നെ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 4,98,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് മണ്ണാർക്കാടാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. നല്ല സീറ്റ് കവറുകൾ എല്ലാം ചെയ്തിട്ടുള്ള വാഹനമാണ്. അപ്പോൾ തന്നെ അലോയ് വീലുകൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വില ഉദ്ദേശിക്കുന്നത് 4,98,000 രൂപയാണ്. അടുത്ത ഇന്നോവ വരുന്നത് 2013 മോഡൽ ഇന്നോവയാണ് വാഹനം വരുന്നത്. 2013 രജിസ്ട്രേഷനാണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ തന്നെ വി ഫുൾ ഓപ്ഷനാണ് വേരിയന്റ് വരുന്നത്. ഡീസൽ മാനുവലാണ് ട്രാൻസ്മിഷൻ ഈ വാഹനത്തിൽ വരുന്നത്. അപ്പോൾ തന്നെ 1,55,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ വാഹനം റീരജിസ്റ്റേർഡ് വാഹനമാണ്. കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. RC ഓണിൽ വരുന്നത് 3rd RC ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനത്തിന് പുതിയ ടയറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. നല്ല ഫിറ്റാമിനുള്ള വാഹനമാണ്. ഈ വാഹനത്തിന് ഉടമ ചോദിക്കുന്ന വില 8,25,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ വാഹനത്തിന്റെ ലൊക്കേഷൻ പിന്നെ തിരൂരാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2013 മോഡൽ ഇന്നോവ വി ഫുൾ ഓപ്ഷനാണ് വാഹനം വരുന്നത്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ 1,55,000 കിലോമീറ്ററാണ് വാഹനം സഞ്ചരിച്ചത്. യാതൊരു മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഈ വാഹനത്തിനില്ല. അപ്പോൾ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 8,25,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക.